നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിലേക്ക് സ്വാഗതം. നമ്മുടെ സ്കോളർഷിപ്പ് സീരീസിലെ അടുത്തൊരു സ്കോളർഷിപ്പായ റിലയൻസ് ഫൗണ്ടേഷൻ നൽകുന്ന സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ റിലയൻസ് ഫൗണ്ടേഷൻ അണ്ടർ ഗ്രാജുവേറ്റ് തലത്തിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലും സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട്. ഈ സ്കോളർഷിപ്പിൻ്റെ പ്രത്യേകത ഇത് വാർഷിക വരുമാനം 15 ലക്ഷത്തിന് താഴെയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാവുന്നതാണ്. സാധാരണ സ്കോളർഷിപ്പിൽ നമ്മൾ കണ്ടുവരുന്നത് കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 8 ലക്ഷം 6 ലക്ഷം എന്നൊക്കെയുള്ള പരിധിയാണ് ഏർപ്പെടുത്തുക. പക്ഷേ ഇത് 15 ലക്ഷത്തിന് താഴെയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അതുകൂടാതെ ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനോടൊപ്പം തന്നെ വേറെ ചില പ്രത്യേകതകളും കൂടി ഈ സ്കോളർഷിപ്പിനുണ്ട്. അതായത് നമ്മളിവരുടെ ഒരു അലുമിനി നെറ്റ്വർക്കിൻ്റെ ഭാഗമാകുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, കരിയർ ഡെവലപ്മെൻറ്റ് എല്ലാത്തിനും വളരെ ഉപകാരമായിരിക്കും. നിങ്ങളൊരു അലുമിനി നെറ്റ്വർക്കിൻ്റെ ഭാഗമാകുകയാണെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സ് പല തലങ്ങളിലും ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കും, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അവരെല്ലാം നിങ്ങൾക്ക് പല പല ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറഞ്ഞു തരും. അതല്ലെങ്കിൽ നിങ്ങളൊരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ റെഫർ ചെയ്യാനും അങ്ങനെ പലവിധ ഗുണങ്ങളുണ്ട്. അവരിൽ നിന്ന് ഇൻസ്പയർഡ് ആവാനും. അപ്പോൾ ഇതെല്ലാം ഈ സ്കോളർഷിപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സ്കോളർഷിപ്പ് എമൗണ്ട് മാത്രമല്ല, നിങ്ങളൊരു സ്ട്രോങ് അലുമിനി നെറ്റ്വർക്കിൻ്റെ ഭാഗമാകുക കൂടി ചെയ്യുകയാണ്. നമുക്ക് ആദ്യം അണ്ടർ ഗ്രാജുവേറ്റ് തലത്തിലുള്ള സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അണ്ടർ ഗ്രാജുവേറ്റ് തലത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കാവുന്ന എമൗണ്ട് 2 ലക്ഷം രൂപയാണ് സ്കോളർഷിപ്പ് എമൗണ്ട്. ഇത് ഈ അക്കാഡമിക് ഇയറിൽ, അതായത് 2024-25 അക്കാഡമിക് ഇയറിൽ മൊത്തം 5000 കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. ഇനി ഇതിനെ അപേക്ഷിക്കാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത് നിങ്ങൾ +2 60% അതിൽ മുകളിലോ മാർക്ക് വാങ്ങി ജയിച്ചിരിക്കണം. മൂന്നാമത് നിങ്ങൾ ഏതെങ്കിലും ഒരു റെഗുലർ ബേസിസിൽ ഒരു ഗ്രാജുവേറ്റ് കോഴ്സിന് എൻറോൾ ചെയ്തൊരു വിദ്യാർത്ഥി ആയിരിക്കണം. അത് ഗ്രാജുവേഷൻ ഏത് സ്ട്രീമിൽ വേണമെങ്കിലും ആകാം. നിങ്ങൾ ഫസ്റ്റ് ഇയർ എൻറോൾ ചെയ്തിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ നിബന്ധന. മൂന്നാമത്തത് കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 15 ലക്ഷത്തിൽ താഴെയായിരിക്കണം. 2 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ളവർക്ക് മുൻഗണന നൽകുന്നതായിരിക്കും. അതുകൂടാതെ ഗേൾസ് സ്റ്റുഡൻസിനും സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രനും ഇതിൽ കുറച്ച് മുൻഗണന നൽകുന്നതാണ്. ഇനി നിങ്ങൾ ഈ ഡിഗ്രി സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ഒക്കെ പഠിക്കുകയാണെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ഫസ്റ്റ് ഇയർ എൻറോൾ ചെയ്യുമ്പോൾ തന്നെ ഇതിന് അപ്ലൈ ചെയ്യേണ്ടതാണ്. പിന്നെ ഡിഗ്രി ഓൺലൈനായിട്ടോ ഹൈബ്രിഡായിട്ടോ അതല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് കറസ്പോണ്ടൻസ് കോഴ്സോ എന്നിങ്ങനെ ഏതെങ്കിലും ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡി ആണെങ്കിലും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അടുത്ത നിങ്ങൾ 10ാം ക്ലാസ്സിന് ശേഷം ഡിപ്ലോമ, ITI എന്നുള്ള കോഴ്സുകളാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനുശേഷം നിങ്ങൾ ഡിഗ്രി ചെയ്യുകയാണെങ്കിൽ ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത് +2ൻ്റെ മാർക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ്. അതായത് +2ന് നിങ്ങൾ 60%-ൽ കൂടുതൽ മാർക്ക് വാങ്ങിയിരിക്കണം. ഇനി ഈ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാം 2 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. അതായത് 3 വർഷമോ അതിൽ മേളിലോ ഉള്ള ഡിഗ്രി പ്രോഗ്രാംസിനാണ് ഇവർ അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഈ റിലയൻസ് ഫൗണ്ടേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ scholarships.reliancefoundation.org എന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങളിത് അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ ഈ സ്കോളർഷിപ്പിന് വേണ്ടി രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിന് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗിൻ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. അങ്ങനെ ലോഗിൻ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ ഇതിന് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യേണ്ടി വരും. ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 60 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന 60 ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനെയർ ആയിരിക്കും. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വെർബൽ എബിലിറ്റി, അനലിറ്റിക്കൽ ആൻഡ് ലോജിക്കൽ എബിലിറ്റി ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി. ഈ 3 ടോപ്പിക്കാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ഉണ്ടാവുക. നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ മാർക്കിൻ്റെ ബേസിലും അതുപോലെ നിങ്ങളുടെ +2ൻ്റെ മാർക്ക് ബേസിസിലും കൂടാതെ നിങ്ങളുടെ ബാക്കി പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം വെച്ചിട്ടാണ് നിങ്ങളെ ഈ സ്കോളർഷിപ്പിന് എലിജിബിൾ ആണോ എന്ന് നോക്കുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് എല്ലാം കൊടുക്കണം. അതുപോലെ തന്നെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ, പിന്നെ അക്കാഡമിക് ഇൻഫർമേഷൻസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും അച്ചീവ്മെൻറ്റ്സോ അവാർഡ്സോ എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുക്കണം.
അതുകൂടാതെ ഇതിൻ്റെ എല്ലാം സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് October 15, 2024 ആണ്. അടുത്തത് നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ ഈ സ്കോളർഷിപ്പിനെ കുറിച്ച് നോക്കാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് തലത്തിൽ സ്കോളർഷിപ്പ് എമൗണ്ട് 6 ലക്ഷം രൂപയാണ്. ഈ സ്കോളർഷിപ്പിന് മൊത്തം 100 വിദ്യാർത്ഥികളെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇത് ഈ 6 ലക്ഷം രൂപയുടെ 80% നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ PGയിൽ പഠിക്കുമ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അതിന് നിങ്ങളുടെ അക്കാഡമിക് ആക്ടിവിറ്റീസിന് ഉള്ളതാണ്. അതായത് നിങ്ങളുടെ ഫീസും ബാക്കി അക്കാഡമിക് ചെലവുകൾക്കൊക്കെ ആയിട്ടാണ് 80% ആദ്യം തരുന്നത്. ബാക്കി 20% നിങ്ങൾ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് ബാക്കി 20%. ഈ സ്കോളർഷിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിതിൽ വളരെ പ്രയോജനങ്ങൾ ലഭിക്കുന്നുണ്ട്. ആകെ 100 പേർക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക. ഈ 100 പേരെയും അവർ ഒരു സ്ട്രോങ് അലുമിനി നെറ്റ്വർക്ക് ഉണ്ട് അവർക്ക്, അതിൽ നിങ്ങളെ മെമ്പറാക്കുന്നതായിരിക്കും. ഇതുകൂടാതെ നിങ്ങൾ ഇൻ്റർനാഷണൽ തലത്തിലുള്ള വിദഗ്ധരുടെ പ്രഭാഷണങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും. അതുപോലെ അവരുടെ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ മെൻറ്റർഷിപ്പോ അതുപോലെ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാംസിലെല്ലാം നിങ്ങൾക്ക് പോകത്തക്ക രീതിയിൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഈ സ്കോളർഷിപ്പ് എമൗണ്ട് കിട്ടുന്നതിന് പുറമെ നിങ്ങൾക്ക് ലഭിക്കുന്ന അഡീഷണൽ അഡ്വാൻറ്റേജസ് ആണ്. ഇനി ഇത് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നമുക്ക് നോക്കാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ആദ്യം പറയുന്നത് നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തത് നിങ്ങൾ ഫസ്റ്റ് ഇയർ PG സ്റ്റുഡൻ്റ് ആയിരിക്കണം. അത് നിങ്ങൾ ഗേറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കോർ 550ക്കും 1000നും ഇടയിലുള്ളൊരു സ്കോർ ലഭിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി അഥവാ നിങ്ങൾ ഗേറ്റ് അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ CGPA 7.5ൽ കുറയാൻ പാടില്ല. അതായത് അണ്ടർ ഗ്രാജുവേറ്റ് തലത്തിൽ നിങ്ങൾക്ക് 7.5 ഓർ എബോവ് സ്കോർ കിട്ടിയിട്ടുണ്ടായിരിക്കണം CGPA. ഇനി അത് പേഴ്സൻറ്റേജിലാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ ഇത് കൺവേർട്ട് ചെയ്ത് വരുമ്പോഴുള്ള സ്കോറാണ് നോക്കുക. ഇനി ഏതൊക്കെ ഡിഗ്രി പ്രോഗ്രാംസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കാം. അതായത് എഞ്ചിനീയറിങ്ങിൻ്റെ മിക്ക ബ്രാഞ്ചുകളും ഉണ്ട്, അതുപോലെ തന്നെ ലൈഫ് സയൻസിൽ എല്ലാ ബ്രാഞ്ചുകളും തന്നെ ഉണ്ട്. അത് നമുക്ക് ഏകദേശം പറയാം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്, പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, റിന്യൂവബിൾ ആൻഡ് ന്യൂ എനർജി, മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ലൈഫ് സയൻസസ്. അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് തന്നെ തന്നിട്ടുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വെബ്സൈറ്റിൽ കയറുമ്പോഴേക്കും നിങ്ങൾ ഏതൊക്കെയാണ് കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കുക. ഞാനിപ്പോൾ അത് മുഴുവൻ പറയുകയാണെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന കോഴ്സാണോ നിങ്ങൾ പഠിക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ ആദ്യം ഫസ്റ്റ് ഇയർ PG ചെയ്യുന്നവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. സെക്കൻഡ് ഇയറോ അതല്ലെങ്കിൽ 3 ഇയർക്ക് PG പ്രോഗ്രാം ഉള്ളതാണെങ്കിൽ 3rd ഇയറോ അങ്ങനെയൊന്നും പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ PGയുടെ ഫസ്റ്റ് ഇയർ എൻറോൾ ചെയ്ത ഒരു കുട്ടിയായിരിക്കണം. അതായത് ഈ അക്കാഡമിക് ഇയറിൽ 2024-25 PG ചെയ്യുന്നത് നോർമൽ കോഴ്സിലായിരിക്കണം. ഓൺലൈനോ അല്ലെങ്കിൽ റിമോട്ട് സ്റ്റഡീസോ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനോ കറസ്പോണ്ടൻസ് എഡ്യൂക്കേഷനോ ഒന്നും നടത്തുന്ന കുട്ടികൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഗേറ്റ് സ്കോർ 515,000 ഞാൻ പറഞ്ഞു, അതിന് താഴെ പോയവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. CGPA 7.5ൽ താഴെയുള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റത്തില്ല. ഇനി മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് എന്നൊരു സ്ട്രീം ഞാൻ പറഞ്ഞു. അത് മാത്തമാറ്റിക്സ് മാത്രം പഠിക്കുന്ന കുട്ടികൾക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്ലൈ ചെയ്യാനായിട്ട് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുക. അതിനുവേണ്ടി ആദ്യം നിങ്ങൾ എലിജിബിലിറ്റി ക്വസ്റ്റ്യനെയർ ഉണ്ടായിരിക്കും, അത് ഫില്ല് ചെയ്യുക. അവിടെ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് മെയിലിൽ ലോഗിൻ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നതായിരിക്കും. ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന എല്ലാ കുട്ടികളും തന്നെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതേണ്ടതാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 60 മിനിറ്റ്സ് നീണ്ടു നിൽക്കുന്ന 60 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും. അതിൽ വരുന്ന സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ വെർബൽ എബിലിറ്റി, അനലിറ്റിക്കൽ ആൻഡ് ലോജിക്കൽ എബിലിറ്റി ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി. ഈ 3 ഹെഡ്സിലാണ് ക്വസ്റ്റ്യൻസ് വരിക. ഇനി ഇത് സെലക്ഷൻ 2 സ്റ്റേജ് ആയിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒരു എക്സ്പേർട്ട് പാനൽ, അതായത് ഇൻഡസ്ട്രി എക്സ്പേർട്സ് ഉണ്ടാവും, അക്കാഡമിഷ്യൻസ് ഉണ്ടാവും, പിന്നെ പല ഏരിയസിലുള്ള ലീഡേഴ്സ്, ഇവർ ആണ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് സ്റ്റേജാണ്. ഈ സെക്കൻഡ് സ്റ്റേജിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷനുള്ള വെബിനാറുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. വെബിനാറിനെല്ലാം ശേഷം നിങ്ങൾക്ക് പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അത് ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും. അപ്പോൾ ഈ ടെസ്റ്റിൻ്റെ മാർക്ക്, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ, പിന്നെ നിങ്ങളുടെ
ഇൻകം ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ പ്രീവിയസ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് എല്ലാം വെച്ചിട്ടാണ് നിങ്ങൾ ഈ ഇതിൽ സെലക്റ്റഡ് ആണോ അല്ലേന്ന് നോക്കുന്നത്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള പോർട്ടൽ ഞാൻ നേരത്തെ പറഞ്ഞു, scholarships.reliancefoundation.org എന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ കോൺടാക്ട് ഇൻഫർമേഷൻസും അക്കാഡമിക് ഇൻഫർമേഷൻസ് എല്ലാം കൊടുക്കേണ്ടതാണ്. അതുകൂടാതെ 2 ലെറ്റർ ഓഫ് റെഫറൻസ് കൊടുക്കണം. അത് 2 ലെറ്റർ ഓഫ് റെഫറൻസ് കൊടുക്കുന്നത് ഒന്ന് നിങ്ങളുടെ അക്കാഡമിക് ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടുള്ളതും രണ്ടാമത്തെ നിങ്ങളുടെ ക്യാരക്ടർ ആൻഡ് ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇത് രണ്ടും തെളിയിക്കുന്ന 2 ലെറ്റർ ഓഫ് റെഫറൻസ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. പിന്നെ 2 എസ്സേ വേണം. അതിൽ നിങ്ങളുടെ പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റും പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസും കാണിച്ചിരിക്കണം. ഇതുകൂടാതെ ഇതിനെല്ലാമുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് October 15, 2024 ആണ്. ഈ സ്കോളർഷിപ്പ് നല്ലൊരു തുക കിട്ടുന്നതിന് പുറമെ നിങ്ങളുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് ഇത് സഹായിക്കുന്നൊരു സ്കോളർഷിപ്പാണ്. അപ്പോൾ എല്ലാവരും സമയം കളയാതെ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ സ്കോളർഷിപ്പ് ലഭിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അന്ന് അടുത്തൊരു സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. Until then, bye from Team Amazing Academics.